മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കള്ളമെന്ന് സർക്കാരിന്റെയും CPMന്റെയും പ്രചാരണം പൊളിയുകയാണ്. നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് ദേവസ്വം ബോർഡ് സമ്മതിച്ചു. ഇത് പിശക് സംഭവിച്ചതെന്നാണ് ന്യായീകരണം. മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയത് താമസത്തിനുള്ള മൊത്തം ചെലവിൽ ഉൾപ്പെടുത്തിയാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് പരിശോധിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയോഗിച്ച വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയത്. ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി ന്യൂസ് അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ സർക്കാരിന്റെയും CPMന്റെയും വാദം ഇത് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെന്നായിരുന്നു. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായിട്ട് കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിരോധമെല്ലാം പൊളിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ വാർത്ത ശരിവച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ? പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ തലക്കെട്ട് തന്നെ ഇതാണ്: അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്നാണ്. നന്ദഗോവിന്ദ് ഭജൻസ് 8 ലക്ഷം രൂപ നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെന്നായിരുന്നു നമ്മുടെ വാർത്ത. അത് തെറ്റെന്നായിരുന്നു പ്രചാരണം. പക്ഷെ ബോർഡ് പറയുന്നു നന്ദഗോവിന്ദ് ഭജൻസ് പണം നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെന്ന്. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിലെ പിശകെന്നും ദേവസ്വം ബോർഡ് ന്യായീകരിക്കുകയാണ്. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇങ്ങനൊരു പരാമർശം ഇല്ലെന്നല്ല. മുഖ്യമന്ത്രി പമ്പയിൽ താമസിച്ച മരാമത്ത് കോംപ്ലക്സിലെ ഒരു മുറിയിൽ കട്ടിൽ, കിടക്ക, തലയണ, സോഫ, ടീപ്പോയ് എന്നിവയ്ക്കായി 1,10,10,000 രൂപ ചെലവഴിച്ചെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട്. അത് മറയ്ക്കാൻ പെടാപ്പാടിലാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് മരാമത്ത് കോംപ്ലക്സ് നവീകരണത്തിനായി ആകെ വകയിരുത്തിയ 3,83,439 രൂപ ചെലവഴിച്ചെന്ന കണക്ക് പറഞ്ഞാണ് പ്രതിരോധം. ഓഡിറ്റിൽ മുഖ്യമന്ത്രി താമസിച്ച മുറിയെക്കുറിച്ച് പറയുന്നില്ലെന്ന വാദമാണ്. ഒരു മുറിക്കായി ചെലവഴിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് മൗനമാണ്. അയ്യപ്പ സംഗമം നടത്തിപ്പേൽപ്പിച്ച ഊരാളുങ്കലിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ ദേവസ്വം ബോർഡ് സംശയത്തിലാക്കി. IIIC നൽകിയ ബില്ലുകളുടെ ആധികാരികതയിലും സുതാര്യതയിലും വിശദീകരണത്തിൽ ദേവസ്വം ബോർഡിന് തന്നെ സംശയമുണ്ട്. അതിനാൽ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഏജൻസി സമർപ്പിച്ച എസ്റ്റിമേറ്റും ഇൻവോയിസും ബില്ലുകളുമാണ് ഓഡിറ്റർക്ക് നൽകിയത്. അതായത് അയ്യപ്പ സംഗമം നടത്തിയ ഊരാളുങ്കലിന്റെ കമ്പനി ശരിയായല്ല കാര്യങ്ങൾ ചെയ്തതെന്ന സമ്മതമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. ഭക്തരുടെ പണമായ ദേവസ്വം ഫണ്ടിൽ നിന്ന് 5 കോടി രൂപയെടുത്താണ് അയ്യപ്പ സംഗമം നടത്തിയത്. അത് നടത്താൻ ഏൽപ്പിച്ചവർ തോന്നിയ പോലെ നടത്തിയിട്ട് എന്ത് കണക്ക് കൊടുത്താലും പരിശോധിക്കേണ്ട ദേവസ്വം ബോർഡ് അത് ചെയ്യാതെ കുട്ടിക്കളിയായി കണ്ടുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വിശദീകരണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.